guys, so നമുക്കിന്ന് അടുത്ത PYQ നോക്കാം. Okay, so let's look at this. ഇത് നമ്മൾ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് പെട്ടെന്ന് നോക്കാം. Define diatomaceous earth. Mention any one use of diatomaceous earth. Okay, so ആദ്യം diatomaceous earth എന്താണ് നമുക്ക് നോക്കാം. ഇതിനകത്ത് നമുക്ക് ആദ്യം പറയാനുള്ളത് നമ്മുടെ ഡയറ്റംസിനെ പറ്റിയാണ്. Okay, so diatoms are specific organisms. Okay, so diatomaceous earth എന്ന് പറയുമ്പോഴേക്കും accumulation of silicaceous cell walls of diatoms. Okay, so ഈ diatoms എന്ന് പറയുന്ന ഓർഗാനിസംസ് മൾട്ടിസെല്ലുലർ ആണ്. സോ ഇത് ചത്ത് കഴിയുമ്പോഴത്തേക്കും ഈവൻ ഇഫ് ദേ ഡെഡ്, സോ ആഫ്റ്റർ ദ ഡെത്ത് നമുക്ക് എഴുതാം ഓഫ് ഡയറ്റംസ് ആഫ്റ്റർ ഡെത്ത്. സോ മെയിൻലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ സെൽ വാളിൽ സിലിക്ക ഉണ്ട്. സോ ആ ഓർഗാനിസം അകത്ത് ചാവുകയാണെങ്കിലും ഇഫ് ഇറ്റ് ഇസ് ഡെഡ് ഓൾസോ അതിന് സെൽ വാളിന് ഒരു ഡാമേജും ഇല്ലാതെ ഇറ്റ് വിൽ ഗെറ്റ് അക്യുമുലേറ്റഡ് അല്ലെങ്കിൽ ഡെപ്പോസിഷൻ ഉണ്ടാവും. സോ ദിസ് അക്യുമുലേഷൻ ഓവർ ബില്യൺസ് ഓഫ് ഇയേഴ്സ് അല്ലെങ്കിൽ നമുക്ക് മില്യൺസ് ഇടാം. എന്തിനാ വെറുതെ നമ്പർ കൂട്ടുന്നത് അല്ലേ? ഓവർ മില്യൺസ് ഓഫ് ഇയേഴ്സ്. ഇതിനാണ് നമ്മൾ ഡയറ്റമീഷ്യസ് എർത്ത് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി മെൻഷൻ എനി വൺ യൂസ്. ഏറ്റവും കൂടുതൽ ഡയറ്റമീഷ്യസ് എർത്ത് നമുക്ക് യൂസ് ചെയ്യുന്നത് ഫോർ പോളിഷിംഗ്. ഓക്കെ, ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് a polishing material അല്ലെങ്കിൽ used for polishing. പിന്നെ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ആസ് സൗണ്ട് പ്രൂഫ് മെറ്റീരിയൽ. സൗണ്ട് പ്രൂഫ് ആയിട്ട് മെറ്റീരിയൽ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ എന്താണ്, ഫയർ പ്രൂഫ് ആയിട്ടുള്ള സാധനങ്ങൾ ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യും. അതുപോലെ ഒരുപാട് ഒരുപാട് യൂസസ് ഉണ്ട്. കാരണം സിലിക്ക റിച്ച് ആണ്. സോ ഇറ്റ് ഈസ് വെരി ഈസി ടു യൂസ്. ഇതുപോലെ കുറേ യൂസസ് ഉണ്ട്. സോ എനിക്കൊന്ന് നെയിം എനി വൺ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബാക്കി എന്തൊക്കെ യൂസസ് ആണെന്നുള്ളത് എനിക്ക് കമൻറ്റ് സെക്ഷനിൽ പറഞ്ഞുതരാം. ആൻഡ് ദിസ് ഇസ് അനദർ വെരി ഈസി ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, പിന്നെ ഇത് മറക്കാതെ എന്ത് ചെയ്യേണ്ടത് നിങ്ങൾക്ക് അറിയാലോ. മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. See you.